നമസ്കാരം. പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ പുത്രപൗത്രാദികളോടൊപ്പം ഓണം വിപുലമായിട്ടുള്ള രീതിയിൽ ആഘോഷിക്കാനും അവരുടെ മംഗളകർമ്മങ്ങളിലോ അല്ലെങ്കിൽ പങ്കെടുക്കുവാനും അതിലുപരി കല, കായികം, സാഹിത്യം എന്നീ മേഖലകളിൽ ഉള്ള മത്സര രംഗങ്ങൾക്ക് നേതൃത്വം നൽകുവാനും വിഹംഗവീക്ഷണം നടത്തുവാനും വിലയിരുത്തുവാനുമുള്ളൊരവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. നറുക്കെടുപ്പിലും സമ്മാന പദ്ധതികളിലും അനുകൂലമായ വിജയം കൈവരിക്കും. ജീവിത നിലവാരം വർദ്ധിക്കുന്നത് വഴി നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കാൻ തീരുമാനിക്കും. വേറെ ചിലർക്ക് പട്ടണത്തിൽ കുറച്ചും കൂടിയും സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ഒരു ഗൃഹം വാങ്ങിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. ജനമധ്യത്തിൽ പരിഗണന ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായിട്ടുള്ള കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കാൻ സാധ്യത കാണുന്നുണ്ട്. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സഹപ്രവർത്തകരുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണങ്ങളെ കൊണ്ടും പ്രവർത്തന ശൈലികളെ കൊണ്ടും മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്തു തീർക്കുന്നത് വഴി ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നതിലുപരി 2-3 ദിവസം അവധി ലഭിക്കുവാനും സാധ്യതയുണ്ട്. ഇതര ഭാഷാ പഠനത്തിന് അഥവാ വിദേശ ഭാഷാ പഠനത്തിന് അവസരം ഉണ്ടാകുന്നത് സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. പലപ്പോഴും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് സമത്വമുള്ള ഭാവന സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. സുതാര്യതയുള്ള സമീപനത്താൽ ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിച്ച് ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഇടവരും. ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും യോഗം കാണുന്നുണ്ട്. അതുല്യ പ്രതിഭകളെ പരിചയപ്പെടുവാനും അവരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും അവസരം വന്നു ചേരുവാനിടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും ആദായം വർദ്ധിക്കുന്നത് വഴി പുതിയതായിട്ടുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരം താമസിക്കുവാനുള്ളൊരു അനുമതി ലഭിക്കുന്നത് വഴി ഒരുപക്ഷെ പ്രാരംഭത്തിൽ തനിച്ചു പോയിട്ട് പിന്നീട് 6-7 മാസത്തിന് ശേഷമേ കുടുംബാംഗങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ളൊരു അവസരത്തോടു കൂടിയതായിട്ടുള്ള ഒരു ഉദ്യോഗം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. പിതാവിന് അസുഖം വർദ്ധിക്കുന്നത് വഴി 1-2 ദിവസം ആശുപത്രിവാസം വേണ്ടി വരുവാനിടയുണ്ട്. പണം കടം കൊടുക്കുക, കടം വാങ്ങുക, ജാമ്യം നിൽക്കുക, മധ്യസ്ഥയ്ക്ക് പോവുക, കുറി ചേരുക എന്നിവ യാതൊരു കാരണവശാലും അരുതാത്തതാണ്. വാഹനം ഉപയോഗിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. പലപ്പോഴും പ്രായാധിക്യമുള്ളവരുടെ യുക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവലംബിക്കുന്നതും സ്വീകരിക്കുന്നതും പല പ്രകാരത്തിലും അബദ്ധങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. മാതാപിതാക്കളുടെ ഇഷ്ടമനുസരിച്ച് പൂർവികമായിട്ടുള്ള സ്വത്ത് ഭാഗം വയ്ക്കുന്നതിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് വന്നു ചേരുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. ദമ്പതികളുടെ ഏകാഭിപ്രായത്തോടു കൂടിയതായുള്ള അപേക്ഷകളിൽ അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ പുതിയ തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വ്യക്തിത്വ വികസനത്തിന് സ്വയമേവ തയ്യാറാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കുന്നത് വഴി ഉദ്ദേശിച്ച വിഷയത്തിൽ തൃപ്തിയായ വിദ്യാലയത്തിന് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനിടയുണ്ട്. അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആത്മീയ പ്രഭാഷണങ്ങളും ചിന്തകളും പലവിധത്തിലുള്ള വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാനിടവരും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അന്വേഷണങ്ങളും അവസരങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി മാസങ്ങൾക്കുള്ളിൽ മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകുവാൻ തീരുമാനിക്കും. വസ്തുതർക്കം പരിഹരിക്കുന്നതിന് ഭാഗമായിട്ട്
ഒരുപക്ഷെ നിയമസഹായം തേടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കഴിഞ്ഞ വർഷം പണം മുതൽ മുടക്കിയുള്ള കർമ്മമണ്ഡലങ്ങളിൽ നിന്നും ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. അധികൃതരുടെ പ്രത്യേക പരിഗണനയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും ഒരു വിഭാഗത്തിന്റെ പൂർണ്ണമായുള്ള ഉത്തരവാദിത്വങ്ങൾ വന്നു ചേരുവാനും ഈ ഒരു പൂരവരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ അന്തിമ നിമിഷത്തിൽ അവധി ലഭിച്ചതിനാൽ ഓണാഘോഷത്തിന് ജന്മനാട്ടിൽ വന്ന് തിരിച്ചു പോകുവാൻ അവസരം വന്നു ചേരും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് വളരെയധികം പ്രയത്നിച്ചാൽ മാത്രമേ കൃത്യമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ അവധി ദിനങ്ങളിൽ പോലും തൊഴിൽ ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും മാർഗതടസ്സങ്ങൾ ഉണ്ടാകുമോ എന്ന ധാരണയോടുകൂടി വളരെ മുൻകരുതലോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അന്തിമ നിമിഷത്തിൽ ഫലപ്രാപ്തി നേടുന്നത് ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ അവസരം വന്നു ചേരും. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ പലപ്പോഴും അമിത ഭക്ഷണത്താൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനും പ്രകൃതി ജീവന ഔഷധ രീതികളെ കൊണ്ട് രോഗവിമുക്തിക്കും യോഗമുണ്ട്. കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷം വർദ്ധിക്കുവാൻ ഇടയുള്ളത് കൊണ്ട് ഒരുപക്ഷെ 2025 2026 പൂർത്തീകരിക്കുന്ന കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കുവാൻ അവസരം വന്നു ചേരും. മറ്റൊരാൾ പണം മുതൽ മുടക്കുന്നതും അത് എല്ലാം വേണ്ട വിധത്തിൽ നടത്തുക എന്ന സങ്കല്പത്തോടുകൂടി ഉള്ള ഒരു കർമ്മമണ്ഡലങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം ആർജിക്കുവാൻ ഇടയുണ്ട്. വൈവിധ്യങ്ങളായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് സ്വല്പം മനസ്സിന് ആശങ്ക ഉണ്ടാകുമെങ്കിൽ പോലും എല്ലാം ശുഭപരിസമാപ്തിയിൽ എത്തിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നതുമുണ്ട്. സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴിയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴിയും പണം കടം വാങ്ങുക എന്ന സങ്കല്പത്തിൽ നിന്നും പിന്മാറുവാനൊരവസരം ഉണ്ടായിത്തീരും. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി അവലംബിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സ്വതസിദ്ധമായുള്ള ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മത്സരങ്ങളിൽ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ വിജയം കൈവരിക്കും. പുതിയ കലാപരമായിട്ടുള്ള വിഷയങ്ങൾക്ക് പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. വ്യക്തമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടും മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടിയും അനുമതിയോടുകൂടിയും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അബദ്ധങ്ങൾ ഒഴിവാക്കുക മാത്രമല്ല കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാനും സാധിക്കുന്നതുമാണ്. നീതിന്യായങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും ചിട്ടയോടുകൂടി ചേർത്ത് തീർക്കുന്നതിന്റെ ഭാഗമായിട്ട് മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതെല്ലാം തന്നെ സഹപ്രവർത്തകരെ ഏൽപ്പിക്കാനും മറ്റു ചിലതെല്ലാം എഴുതി വെച്ചും കൊണ്ടും കൂടുതൽ പ്രയത്നിച്ചുകൊണ്ടും ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കും. സ്വയംഭരണാധികാരം ലഭിച്ചതിനാൽ ആത്മാർത്ഥമായിട്ടും കൃതാർത്ഥതയോടുകൂടിയും സമാധാനത്തോടുകൂടിയും എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും യോഗം കാണുന്നുണ്ട്. വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി ആശ്വാസത്തിനും കൃതാർത്ഥതയ്ക്കും യോഗം കാണുന്നു. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. വിരുന്ന സൽക്കാരത്തിൽ പങ്കെടുക്കുവാനിടയുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകളാവാമെങ്കിൽ പോലും അമിത വേഗതയുള്ള വാഹന ഉപയോഗം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുവാനിടയുണ്ട്. പുതിയ ഭരണ സംവിധാനം ചില ജോലിക്കാർക്ക് തൃപ്തികരമല്ലെങ്കിലും
പൊതുവെ തൃപ്തികരമായതുകൊണ്ട് അവലംബിക്കുവാനിടയുണ്ട്. എന്നാൽ തൃപ്തികരമല്ലാത്തവർക്കെല്ലാം പരിശീലനം നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധ്യത കാണുന്നു. വിദേശ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. ഏറ്റെടുത്ത ദൗത്യം പരമാവധി പ്രയത്നത്തോടുകൂടി ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും ആദായം വർദ്ധിക്കുന്നത് വഴി ജോലിയോടൊപ്പം ഈ ഒരു പാത തുടരുവാൻ തീരുമാനിക്കും. കഴിവുള്ളവർ പ്രവർത്തിക്കുന്ന കർമ്മമണ്ഡലങ്ങളുടെ അനുകരണ ശ്രമം ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ അവലംബിക്കാനിട വരുമെങ്കിൽ പോലും പൂർണ്ണമായിട്ടുള്ളൊരു ഫലപ്രാപ്തി 3-4 വർഷത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം അവലംബിക്കാം എന്ന ധാരണയോടുകൂടി ഈ ഒരു അനുകരണ ശ്രമത്തിന് പരിശ്രമിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വിരോധികളായിരുന്ന പലരും അനുകൂലമായി തീരുവാനിടവരും. പാർശ്വഫലങ്ങളുള്ള മരുന്നുകളെല്ലാം ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കാൻ സാധ്യതയുണ്ട്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ പലവിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും അതിനെല്ലാം തന്നെ യുക്തിപൂർവം അതിജീവിക്കാനുള്ള അവസരം ഉണ്ടായിത്തീരും. സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറി പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ അതിൻ്റെ ഒരു ഭരണ സംവിധാനത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാൻ ഇടയുണ്ട്. അന്യനാട്ടിൽ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും ആ പ്രാദേശികമായിട്ടുള്ളവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടും വിദേശത്തുള്ളവർക്ക് വിദേശികളെ ഉൾപ്പെടുത്തിക്കൊണ്ടും ഓണം വിപുലമായിട്ടുള്ള രീതിയിൽ ആഘോഷിക്കുവാനും ഓണാഘോഷത്തിനോടനുബന്ധമായിട്ട് കലാകായിക മത്സരങ്ങൾ വളരെ ചിട്ടയോടുകൂടിയിട്ട് മത്സരരംഗം പോലെ തന്നെ അവലംബിക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. അനുഭവജ്ഞാനത്താൽ പുതിയതായിട്ടുള്ള വ്യാപാര വിപണന വിതരണ മേഖലയിൽ നിന്ന് പിന്മാറി ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ അവസരം വന്നു ചേരും. പഠിച്ച വിഷയം പ്രാവർത്തികമാക്കാൻ സാധിക്കാത്തത് വഴി തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. ഉപഭോക്താവിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ തീരുമാനിക്കും. എന്നാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത് സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായ ഭരണ സംവിധാനം അവലംബിക്കാൻ അവസരം വന്നു ചേരും. പലപ്പോഴും നിർണായകമായുള്ള തീരുമാനങ്ങൾക്ക് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം അനുഭവജ്ഞാനമുള്ളവരുടെ ഉപദേശം നേടുവാനിടയുണ്ട്. വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള തൊഴിൽ മേഖലകളായതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളും ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും 1-2 മണിക്കൂർ വിഹക വീക്ഷണം വേണ്ടി വരുവാനും യോഗമുണ്ട്. മേലുദ്യോഗസ്ഥന്റെ അഭാവത്താൽ അദ്ദേഹത്തിന്റെ ചുമതലകളെല്ലാം ഏറ്റെടുത്ത് നടത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കാലത്തിനനുസരിച്ച് ഉയരുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് സ്വീകരിക്കുക തന്നെയാണ് നന്നാവുക. അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് 2026 പൂർത്തീകരിക്കുന്ന പദ്ധതികൾ ഏറ്റെടുക്കുവാൻ സാധ്യത കാണുന്നു. അനുരഞ്ജന ശ്രമം അന്തിമ നിമിഷത്തിൽ അനുകൂലമായ വിജയത്തിന് വഴിയൊരുക്കം. സ്വയംഭരണ അധികാരം ലഭിച്ചതിനാൽ പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ യോഗം കാണുന്നു. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ച് സദ്ശീലങ്ങൾ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥ സംജാതമാകുവാനും ഇതിന്റെ വെളിച്ചത്തിൽ ചില ആധ്യാത്മികമായുള്ള ചിന്തകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും അതിനുവേണ്ടി സമയം കണ്ടെത്തുവാനിടവരും. ഓണാഘോഷം മംഗളകരമാക്കി തീർക്കുന്നത് വഴിയും ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഭരണ സംവിധാനത്തിലെ പുതിയ ആശയങ്ങൾ ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വാഹനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുവാനിടവരും.
വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ദേവാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ സജീവമായി പ്രവർത്തിക്കാനും പങ്കെടുക്കുവാനും സാധ്യത കാണുന്നുണ്ട്. അസുഖങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും വിദഗ്ധമായുള്ള പരിശോധനയിൽ ചിലർക്ക് സാംക്രമിക രോഗങ്ങൾ, മറ്റു ചിലർക്ക് ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകളെ കൊണ്ട്, വേറെ ചിലർക്ക് ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനാണ് യോഗമുള്ളത്. പൊതുവെ കുടുംബപരമായിട്ടും ദേഹപരമായിട്ടും എല്ലാ കാര്യങ്ങളിലും സ്വല്പം ആശങ്ക പ്രാരംഭത്തിൽ ഉണ്ടാകുമെങ്കിൽ പോലും എല്ലാം ഗുണകരമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുവാൻ തന്നെയാണ് യോഗം കാണുന്നത്. വിശ്വാസയോഗ്യമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും യോഗം കാണുന്നു. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് വേണ്ടി അപേക്ഷകൾ നൽകുവാനിട വരും. ഒരുപക്ഷെ ഫെബ്രുവരി മാസത്തിലെ അധ്യയന വർഷത്തിൽ പ്രവേശനം ലഭിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അപേക്ഷകൾ നൽകുവാനാണ് യോഗമുള്ളത്. പുതിയ കൃഷി രീതികൾക്ക് കൃഷി വകുപ്പിന്റെ സഹായ സഹകരണവും സമാന ചിന്താഗതിയിലുള്ളവരുടെ സാമ്പത്തികമായിട്ടുള്ള സഹായവും ഇതിന് ഉപോത്ബലകമായി തീരുവാനിടയുണ്ട്. നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കുവാനിട വരും. എന്നാൽ പണം കടം കൊടുക്കുക, കടം വാങ്ങുക, ജാമ്യം നിൽക്കുക, മധ്യസ്ഥയ്ക്ക് പോവുക, കുറി ചേരുക എന്നിവ യാതൊരു കാരണവശാലും അരുതാത്തതാണ്. ഓണാഘോഷം പലപ്പോഴും അതിന്റെ ആർഭാടങ്ങൾ ഒഴിവാക്കി അതിനുവേണ്ടി വിചാരിക്കുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെലവഴിക്കാൻ തീരുമാനിക്കുന്നതും അതിനുവേണ്ടി ഒരു ദൂരയാത്ര വേണ്ടി വരുന്നതും മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനും ഇടയുണ്ട്. ഇതാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ സെപ്റ്റംബർ മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.